നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, കയ്യിലൊതുങ്ങുന്ന ഫീസും എല്ലാവിധ ഗവൺമെൻറ് അംഗീകാരമായിട്ടുള്ള കോളേജിൽ BSc നഴ്സിംഗ് പഠനം സാധിക്കുമോ എന്നത്. അതിനുള്ള ഉത്തരം തീർച്ചയായും അഡ്മിഷൻ നേടാനാകും എന്നാണ്. അതിനായി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റായി കാണുക. നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രാപ്രദേശിലും തെലങ്കാനയുമായിട്ടുള്ള മെഡിക്കൽ കോളേജുകളിലും നഴ്സിംഗ് കോളേജുകളിലും കുറഞ്ഞ ഫീസിൽ BSc നഴ്സിംഗ് പഠനവും ഭക്ഷണം, താമസം, സുരക്ഷിതത്വം എന്നിവ ഉറപ്പു നൽകുന്ന കോളേജുകളുണ്ട്. അതോടൊപ്പം തന്നെ പല കോളേജുകളും ഫ്രീ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് കോച്ചിങ് ട്രെയിനിങ്ങും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും ഉറപ്പു നൽകുന്നുണ്ട്. ഇവിടെ അഡ്മിഷൻ നേടുന്നതിനായിട്ട് സ്റ്റേറ്റുകൾ നടത്തിയിരിക്കുന്ന എൻട്രൻസ് എക്സാമായിട്ടുള്ള ആന്ധ്രാപ്രദേശ് EAP സെറ്റും തെലങ്കാന സ്റ്റേറ്റ് EAM സെറ്റും എഴുതിയവരോ അല്ലെങ്കിൽ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. പക്ഷേ മുൻവർഷ നോട്ടിഫിക്കേഷൻ പ്രകാരം നീറ്റ് പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു എന്നാണ്. ഈ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വരാത്തതുകൊണ്ടും പുതിയ അപ്ഡേഷൻ വരാത്തതുകൊണ്ടുമായിട്ടുള്ള പ്രവേശന പരീക്ഷകൾ എഴുതിയവർക്കും അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് മെഡിക്കൽ ഹെൽത്ത് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള NTR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്, അതായത് പുതിയ പേര് മാറ്റിയ YSR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസും, അതുപോലെ തന്നെ തെലങ്കാനയുടെ ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള KNR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസും അഫിലിയേറ്റ് ചെയ്യുന്ന മെഡിക്കൽ കോളേജുകളിലും നഴ്സിംഗ് കോളേജുകളിലും അഡ്മിഷൻസ് നേടാവുന്നതാണ്. 1986 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡോക്ടർ NTR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ ഹെൽത്ത് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കുറഞ്ഞ ഫീസിൽ BSc നഴ്സിംഗ് അഡ്മിഷനെ പറ്റി കൂടുതൽ അറിയാനും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ അഡ്മിഷൻ എൻക്വയറി എന്നിവയ്ക്കുമായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.